മുടിയിലെ നര മാറ്റാൻ കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയിലെ നര മറയ്ക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഡൈ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. മിക്സിയുടെ ജാറിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയില വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേയിലക്കൊന്ത് സഹിതമായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ തേയില വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന തേയില വെള്ളം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നല്ല പോലെ അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയുടെ തൊലി വേണം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. സവാളയുടെ തൊലി നമ്മുടെ മുടിയുടെ നര ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇത് നല്ല പോലെ ചൂടാക്കി എടുക്കുകയാണ്. ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല പോലെ മുരിഞ്ഞ് കിട്ടും. അതായത് നമ്മൾ കരിഞ്ഞ ഒരു പരുവമായിട്ട് കിട്ടും. ഒരു കാരണവശാലും തീ കൂട്ടിയിട്ട് ചെയ്യല്, തീ കയറിപ്പോകും കേട്ടോ. അങ്ങനെ ഇതുണ്ടോ, രണ്ടാമത്തെ ഇതായപ്പോൾ ഇങ്ങനായി. ഇനി ഒന്നും കൂടി നമ്മളൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സവാളയുടെ തൊലിയൊക്കെ ഇതേപോലെ ആയി മാറും. തീ കയറും. അപ്പോഴത്തേക്കും നമ്മൾ തീ കുറച്ചാണ് ഇട്ടെങ്കിലും ഇതേ രീതിയിലാവും. അപ്പം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ഇതങ്ങ് അടഞ്ഞു പോകും. പിന്നെ നമുക്ക് പൊടികളാണ് വേണ്ടത്. അത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചു സവാളയുടെ തൊലി. ഇനി നമുക്ക് പൊടികൾ എത്രയാണ് വേണ്ടതെന്ന് പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ഹെന്ന പൗഡർ എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു സംഭവം സവാളയുടെ തൊലി എന്ന് പറയുന്നത് തണുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ്. പണ്ട് കാലത്ത് മുടിയിലെ നര വരുന്ന സമയത്ത് നമ്മുടെ കൊച്ചുള്ളിയും സവാളയുടെ തൊലിയൊക്കെ ചേർത്തിട്ട് കരിച്ചിട്ട് എണ്ണയിൽ ചാലിച്ച് മുടിയിൽ തേക്കുന്നതായിരുന്നു പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം. ബാക്കി വരുന്ന ആ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മുടി മുഴുവനായിട്ട് ഇടണ്ട. നിങ്ങൾക്ക് നരയുള്ള ഏത് ഭാഗത്താണോ അവിടെ മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. ആ ഒരു ഡൈ പാക്കിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയത് കണ്ടോ. ഒരു ഡൈ പാക്ക് നിങ്ങൾ 3 ആഴ്ച ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുടിയിൽ തേച്ചാൽ മതി. മുടിയിലെ നര പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഡൈ പാക്കിൽ നിന്ന് സാധിക്കും. അതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി നല്ല ബ്ലാക്ക് കളറായി മാറിയത് നിങ്ങൾ കണ്ടോ. ഇനി നമുക്കിത് മുടിയിലേക്ക് തേക്കാം. മുടിയിലെ നര നിങ്ങൾ കണ്ടോ, എന്തുമാത്രം നരയുണ്ടെന്ന്. ആ ഒരു നരയുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഒരു ഡൈ പാക്ക് തേച്ച് കൊടുക്കുന്നത്. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യുന്നത് ഒരു 10-15 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. അല്ലാതെ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട. നോർമൽ വാട്ടറിൽ കഴുകുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ നിന്ന് അതിൻ്റെ എല്ലാം മാറും. പിന്നെ ബാക്കി ആ ഒരു ചെറിയ അംശം മുടിയിലിരിക്കണം. അത് നമ്മുടെ കുറച്ച് ടൈം എടുത്ത് നമ്മുടെ മുടിയിലേക്ക് അത് പിടിക്കുന്നതാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട്